ഹലോ ഗൈസ്, ലോകമെന്ന് മൊബൈൽ ആപ്ലിക്കേഷനും വെബ് ആപ്ലിക്കേഷനും ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ വരെ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ കാണുന്ന എല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധനം വാങ്ങുന്നതായിരുന്നാലും നമ്മൾക്ക് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നതായിരുന്നാലും നമുക്കിപ്പം ക്യാഷ് പോലും നമ്മൾ ഡിജിറ്റലായിട്ടാണ് സൂക്ഷിച്ച് വച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഒരുപാട് ഫ്രെയിം വർക്ക്സിൻ്റെയും കടന്ന് വരവാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി അത്തരത്തിലുള്ള ഫ്രെയിം വർക്ക് റിയാക്റ്റിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയാക്റ്റ് എന്താണ്, റിയാക്റ്റിൻ്റെ ഹിസ്റ്ററി എന്താണ്, റിയാക്റ്റ് എന്തുകൊണ്ട് കമ്പനീസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, റിയാക്റ്റ് പഠിച്ചവരുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, റിയാക്റ്റ് ഇന്ത്യയിൽ എത്ര കറൻറ്റ്ലി വേക്കൻസീസ് ഉണ്ട്, റിയാക്റ്റ് പഠിച്ചവരാൾക്ക് എത്ര ശമ്പളം കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഐ എം സായദ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് Edure ലേണിംഗ്. ആദ്യമായിട്ട് പറയാനുള്ള റിയാക്റ്റിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചാണ്. റിയാക്റ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് ഒരു UI ഡെവലപ്മെൻറ്റ് ലൈബ്രറിയാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഫേസ്ബുക്കാണ്. 2011 അവർ ഫസ്റ്റായിട്ട് ഇത് ലോഞ്ച് ചെയ്യുന്നത്. 2012 ആയപ്പോഴേക്കും ഇൻസ്റ്റാഗ്രാം തന്നെ അക്വയർ ചെയ്ത ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോമിലേക്കും റിയാക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി. 2013 കാലഘട്ടത്തിലാണ് അവരിത് ഓപ്പൺ സോഴ്സ് ആക്കിയത്. ഇന്നിപ്പം റിയാക്റ്റ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു ലൈബ്രറിയാണ്. എന്നിരുന്നാലും ആദ്യ കുറച്ച് നാളുകളിലേക്ക് ഡെവലപ്പേഴ്സ് ഇത് യൂസ് ചെയ്ത് തുടങ്ങാനുള്ള വിമുഖത കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മാർക്കപ്പ് ലാംഗ്വേജും ജാവാസ്ക്രിപ്റ്റും ഒക്കെ ഒരു സിംഗിൾ ഫയലിലാണ് ആദ്യകാലങ്ങളിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2016 റിയാക്റ്റ് സെമാൻറ്റിക് വെർഷനിങ് കൊണ്ടുവന്നു. അതിനുശേഷമാണ് റിയാക്റ്റ് ഇത്രയും പോപ്പുലർ ആയത്. ഇന്നിപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫ്രെയിം വർക്കാണ് റിയാക്റ്റ് എന്ന് പറയുന്നത്. റിയാക്റ്റിന് ഏകദേശം 2 മില്യൺ ജോബ് വേക്കൻസീസ് 2027 ആകുമ്പോഴത്തേക്കും കാണുമെന്നാണ് അനലിസ്റ്റ് പറയുന്നത്. നിങ്ങൾക്കും റിയാക്റ്റിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹം, റിയാക്റ്റ് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, റിയാക്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, റിയാക്റ്റിൽ ഒരു മെൻറ്റർഷിപ്പിൻ്റെ സപ്പോർട്ട് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം 9746211123 എന്ന നമ്പറിലോട്ട്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് റിയാക്റ്റ് ആണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അതിനുള്ള കുറച്ച് പ്രധാന കാരണങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണത്തിൽ ഒന്നെന്ന് പറയുന്നത് റിയാക്റ്റിൽ എളുപ്പത്തിൽ ഡൈനാമിക് വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം റിയാക്റ്റിൽ കുറച്ച് ലൈൻ ഓഫ് കോഡ്സ് എഴുതിയാൽ മതി. രണ്ടാമത് റിയാക്റ്റിൽ ഒരുപാട് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. ഇന്ന് നിലവിൽ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള ഫ്രണ്ട് എൻഡ് ലൈബ്രറിയാണ് റിയാക്റ്റ് എന്ന് പറയുന്നത്. ബാക്കി ആംഗുലറും Vue.js ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള ഫ്രണ്ട് എൻഡ് ലൈബ്രറിയാണ് റിയാക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് റിയാക്റ്റ് യൂസ് ചെയ്യുന്നത് വിർച്വൽ ഡോം കൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ലെസ് ഡെവലപ്മെൻറ്റ് ടൈം. ഒരു റിയാക്റ്റ് ആപ്ലിക്കേഷൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്പോണൻസ് ആണ്. നമ്മൾ ഒരിക്കലൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ ആപ്ലിക്കേഷനിൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് റിയാക്റ്റിൻ്റെ വേറൊരു ഗുണമെന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഡെവലപ്മെൻറ്റ് ടൈം വളരെയധികം കുറയ്ക്കാൻ പറ്റും. നാലാമതായിട്ട് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് പോലും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് ഈസി ടു ലേൺ ആണ്. കാണുമെന്ന് പറയുന്നത് റിയാക്റ്റ് HTML-ൻ്റെയും ജാവാസ്ക്രിപ്റ്റിൻ്റെയൊക്കെ കൺസെപ്റ്റാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതല്ല, വേറെ പ്രത്യേകതയൊന്നുമില്ല. അഞ്ചാമതായിട്ട് ഡീബഗ്ഗിംഗ് ഫെസിലിറ്റിയാണ്. ഒരു പ്രോഗ്രാമറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വരുന്ന എറേഴ്സ് റെക്ടിഫൈ എന്നുള്ളതാണ്. ഇതിനൊരു പോംവഴിയായിട്ട് ഫേസ്ബുക്ക് ഒരു ഡീബഗ്ഗിംഗ് എക്സ്റ്റൻഷൻ റിയാക്റ്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാണുന്ന ഡെവലപ്പേഴ്സിന് ഡീബഗ്ഗിംഗ് ടൈം വളരെയധികം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് റിയാക്റ്റിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത്. സോ റിയാക്റ്റ് മെയിൻലി കമ്പനി യൂസ് ചെയ്യാനായിട്ട് 5 കാരണങ്ങളുണ്ട്. ഡൈനാമിക് വെബ് ആപ്ലിക്കേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ഈസി ടു ലേൺ ആണ്. ബാക്കിയുള്ള ഫ്രണ്ട് എൻഡ് ലൈബ്രറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആണ്. നാലാമെന്ന് പറഞ്ഞാൽ കമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ലെസ് ഡെവലപ്മെൻറ്റ് ടൈമാണ്. അഞ്ചാമെന്ന് പറഞ്ഞാൽ ഡീബഗ്ഗിംഗ് എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് റിയാക്റ്റ് യൂസ് ചെയ്യുന്ന കമ്പനീസാണ്. ലോകത്തിലെ Fortune 500 കമ്പനീസിൽ ഒട്ടുമിക്ക കമ്പനീസിനും ടെക്നോളജി ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റിയാക്റ്റ് ആണ്. അതിൽ ചുരുക്കം ചില കമ്പനികൾ പറയുകയാണെങ്കിൽ ആപ്പിൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഖാൻ അക്കാഡമി, BBC, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ ഒട്ടനവധി കമ്പനികൾ റിയാക്റ്റ് ആണ് അവരുടെ ഫ്രണ്ട് എൻഡ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നത്. റിയാക്റ്റിന് 2023 മാത്രം ഫ്രഷേഴ്സിനായിട്ട് ഏകദേശം 2 ലക്ഷത്തിൽ പരം വേക്കൻസീസ് ഉണ്ടായിരുന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു 47,000-ഓളം വേക്കൻസി നിങ്ങൾ നൗക്കിൽസ് മാത്രം സെർച്ച് ചെയ്താൽ കാണാൻ കഴിയുന്നതാണ്. ഞാൻ നൗക്കിൽ സെർച്ച് ചെയ്തപ്പം അതിന് ആവറേജ് സാലറി ഇട്ടിരിക്കുന്നത് 3.5 lakhs and above ആണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒരു സ്കില്ല് ബിൽഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി മാർക്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് റിയാക്റ്റ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് റിയാക്റ്റ് മെൻറ്റർഷിപ്പ് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാം. ഞങ്ങളെ കണക്ട് ചെയ്യാൻ നമ്പർ 9746211123 ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തുള്ള വളരെ ഇൻഫർമേറ്റീവായ വീഡിയോസ് മേൺ സ്റ്റാക്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റാ സയൻസിലും പൈത്തണിലും അക്കൗണ്ടിങ്ങിലും ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.